പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോഴാണ് സമാധാനം ആരംഭിക്കുന്നത്. കാരണം പ്രതീക്ഷിക്കാനേ ഒന്നുമില്ല. അവിടെയാണ് സമാധാനത്തിൻ്റെ ആവശ്യം. അതായത് പ്രതീക്ഷകൾ പോയ ശിഷ്യന്മാർ കതകടച്ചിരിക്കുമ്പോൾ അതിൻ്റെ നടുക്ക് വന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഒരു പ്രതീക്ഷ അസ്തമിച്ചപ്പോഴാണ് സമാധാനം അവിടെ ആരംഭിക്കുന്നത്. ഇതുപോലെ ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങളുടെ പ്രതീക്ഷ അറ്റിയിട്ടുണ്ടെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളെ നിറയ്ക്കും. ഈ പുതിയ ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വ്യാഴാഴ്ച നമ്മൾ ഒരുമിച്ച് ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനാ പരിപാടിയിലൂടെ കർത്താവിലേക്ക് കൂടുതൽ ബലപ്പെടുന്ന ദിവസമാണ്. ഒരാളും തോറ്റുപോകില്ല. ഏതെങ്കിലും വിഷയത്തിൽ പ്രതീക്ഷ പോയെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന സമാധാനം കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കും. കർത്താവിൽ ബലപ്പെടാം. ഇന്ന് നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാം. നമ്മൾ അതിൽ 5-ാം വാക്യം വരെ വായിച്ചു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഹൃദയത്തിലെ പ്രത്യാശയും തലച്ചോറിലെ പ്രതീക്ഷയും. തലച്ചോറിന് കണ്ടാലേ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയുള്ളൂ. എന്തെങ്കിലുമൊക്കെ കാണാൻ ഒരു അടയാളം വേണം. ഹൃദയത്തിന് ഒന്നും കാണാൻ വേണ്ട. ഹൃദയത്തിന് വചനം മാത്രം മതി. ദൈവവചനം ഉണ്ടെങ്കിൽ ഹൃദയം പ്രതീക്ഷ വെക്കും. കാരണം ഹൃദയത്തെ പുതിയ മനുഷ്യനാക്കി പരിശുദ്ധാത്മാവിൻ്റെ ഇടമാക്കി കർത്താവ് മാറ്റിക്കഴിഞ്ഞു. ബുദ്ധി അതല്ല. ബുദ്ധി സാധാരണ മനുഷ്യനെ പോലെ കാര്യങ്ങൾ നോക്കൂ. അതുകൊണ്ടൊരു വിശ്വാസി ബുദ്ധി കൊണ്ട് കണക്ക് കൂട്ടരുത്. ഹൃദയം കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. 6-ാമത്തെ വാക്യം, റോമർ 5:6. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നാം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ കണക്ക് കൂട്ടുന്ന ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നാം ബലമില്ലാത്തവർ, അതായത് വിഷയങ്ങളെ നേരിടാൻ പ്രാപ്തിയില്ലാത്തവർ, നിസ്സാര വിഷയത്തിൽ വാടുന്നവർ, ഒരു പാപത്തിൽ നിന്ന് പുറത്തു വരാൻ പോലും കഴിവില്ലാത്തവർ, ചെറിയ വിഷയത്തിൽ കുരുത്തോല പോലെ വാടുന്നവർ എന്നൊക്കെ പറയില്ലേ, തൊട്ടാവാടി പോലെ വാടുന്നവരായിരിക്കുമ്പോൾ, ഒരു വിഷയത്തിലും ജയിക്കാൻ കഴിവില്ലാത്തവരായിരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഭക്തർക്ക് വേണ്ടിയല്ല മരിച്ചത്, അഭക്തർക്ക് വേണ്ടി. എന്തുകൊണ്ടാ? ഭക്തർ ബലമുള്ളവരാണ്, അഭക്തരാണ് ബലഹീനർ. അപ്പോൾ ഭക്തിയുള്ളവർ സ്ട്രോങ് ആണ്. കൊർന്നല്യോസിനെ കുറിച്ച് വായിക്കുന്നു. കൊർന്നല്യോസ് വിശ്വാസിയല്ല, എന്നാൽ കൊർന്നല്യോസ് കുടുംബം സ്ട്രോങ് ആണ്. കുടുംബസമേതം പ്രാർത്ഥനയിലാണ്, ദൈവവഴിയിലാണ്. സ്ട്രോങ് തീരുമാനം. ഭക്തിയുള്ളവർ ശക്തരാണ്. ഭക്തിക്കൊരു ശക്തിയുണ്ടെന്ന് 2 തിമോത്തി 3 പറയുന്നു. ഭക്തർ ശക്തിയുള്ളവരാണ്, അഭക്തർ ബലഹീനരാണ്. നമ്മൾ ഏത് ലിസ്റ്റിൽപ്പെട്ടവരാണ്? നമ്മൾ അഭക്തരായിരുന്നു. വാസ്തവത്തിൽ ശരിയായ ഭക്തി നമുക്കില്ലായിരുന്നു. കൊർന്നല്യോസിനെ പോലെ വിരലിൽ എണ്ണാകുന്നവരൊക്കെ ഉള്ളൂ, എന്നാൽ നമ്മൾ ഭക്തിയില്ലാത്തവരായിരുന്നു. ശരിയായ ഒരു ദൈവിക വഴിയിൽ നടക്കുന്നവരല്ലായിരുന്നു. കൊർന്നല്യോസിന് ദൈവത്തെ വ്യക്തമായിട്ട് അറിയില്ല, എങ്കിലും ഭക്തനായിരുന്നു. അതുകൊണ്ട് അവൻ്റെ കുടുംബം സ്ട്രോങ് ആയിരുന്നു. ആ കുടുംബത്തിൽ ദൈവദൂതൻ ഇറങ്ങി വന്നിട്ട് യേശുവിനെ സ്വീകരിക്കാൻ വഴി പറഞ്ഞു കൊടുത്തു. പത്രോസിനെ വിളിച്ച് പ്രസംഗം കേൾക്കാൻ പറഞ്ഞു. ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നമ്മെ ശക്തരാക്കുന്നത് ദൈവവചനമാണ്. ക്രിസ്തു നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അടുത്ത വാക്യം, 7-ാമത്തെ വാക്യം, നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയും.
മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി ഒരുപക്ഷെ ജീവൻ കൊടുക്കാൻ പോലും, അതായത് എൻ്റെ കിഡ്നി തരാം, എൻ്റെ ഹൃദയം തരാം, രക്തം തരാം, അദ്ദേഹം ജീവിച്ചിരിക്കട്ടെ. DGS ദിനകരൻ മാരക രോഗിയായി പോയ സമയത്ത് ആയിരങ്ങൾ അങ്ങനെ അദ്ദേഹം കിടക്കുന്ന ഹോസ്പിറ്റലിൽ അതിൻ്റെ ഗേറ്റിൻ്റെ മുൻപിൽ വന്നു നിന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ജീവൻ അദ്ദേഹത്തിന് പകരം കൊടുക്കും. ഗുണവാന് വേണ്ടി മരിക്കാൻ ഒത്തിരി പേരുണ്ടാകും. അടുത്തത് 8-ാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമുക്ക് വേണ്ടി മരിക്കാൻ നമ്മൾ ഗുണവാന്മാരാണോ? നമ്മൾ നീതിമാനാണോ? നമ്മൾ നല്ലവരാണോ? അല്ല, ഏറ്റവും മോശക്കാർ. ആ സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി ഒരു ഗുണവും മൂല്യവുമില്ലാത്ത നമുക്ക് വേണ്ടി യേശു മരിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്, നാം ഏറ്റവും പാപികളായിരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്തു. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുമ്പോൾ ഒരു പാപിയെപ്പോലും നാം വിടരുത്. അവരെല്ലാം അറിയേണ്ട ഒരു സത്യമുണ്ട്. നിനക്ക് വേണ്ടി ഒരുവൻ മരിച്ചു, നിനക്ക് വേണ്ടി ഒരുവൻ വില കൊടുത്തു, നിനക്ക് വേണ്ടി ഒരുവൻ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നൊരു വാർത്ത, ഇതൊരു സദ്വാർത്തയാണ്. അത് നമ്മൾ അറിയിക്കണം. ഏലീശയുടെ ചരിത്രത്തിൽ ഒരു കാര്യമുണ്ട്. ഏലീശ വിളിച്ചു പറഞ്ഞു, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ കോതമ്പും യവവും വളരെ കുറഞ്ഞ വിലക്ക് വിൽക്കും. ഒരിക്കലും നടക്കാത്ത കാര്യം. ദൈവം ആകാശത്തിലെ കിളിവാതിൽ തുറന്നാലും നടക്കില്ലെന്ന് രാജാവിൻ്റെ അകമ്പടി നായകൻ പറഞ്ഞ ചരിത്രം. ഇത് 2 രാജാക്കന്മാർ 7-ാം അധ്യായത്തിൽ കാണാം. എന്നാൽ ഏലീശ പറഞ്ഞു, നീ അത് കാണും, എന്നാൽ നീ അത് അനുഭവിക്കില്ല. കാരണം നീ വിശ്വസിച്ചില്ലല്ലോ, ദൈവത്തിന് വിരോധമായി സംസാരിച്ചില്ലേ, ഞാൻ പറഞ്ഞ ദൂതിനെ എതിർത്തില്ലേ. അതുകൊണ്ട് ദൈവം ഒരു അത്ഭുതം ചെയ്തു. ദൈവം ഒരു ഇടിമുഴക്കി. ഇസ്രായേലിന് ചുറ്റും കാത്തുകിടന്നിരുന്ന അരാമ്യ പാളയത്തിലുള്ള പട്ടാളക്കാർ പേടിച്ചോടി. അവർ കൊണ്ടുവന്ന് അവർ ശേഖരിച്ചു വെച്ചിരുന്ന ധാന്യങ്ങൾ, അവരുടെ സമ്പത്തുകൾ എല്ലാം ഇട്ടേച്ച് അവർ ജീവനം കൊണ്ടോടി. അതുപോലൊരു ഭയം അവരെ പിടിച്ചു. ചില കുഷ്ഠരോഗികൾ ആ പാളയത്തിൽ ചെന്നപ്പോൾ കൂമ്പാരമായി കിടക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ട ഭക്ഷണം അവിടെ കണ്ടു. ഒരു വീടിന് വേണ്ടതല്ല, ഒരു പഞ്ചായത്തിന് വേണ്ടതല്ല, ഒരു രാജ്യത്തിന് വേണ്ട ഭക്ഷണം. അന്ന് ആ കുഷ്ഠരോഗികൾ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ ഈ സദ്വാർത്ത അറിയിക്കാതിരുന്നാൽ നമ്മൾ കുറ്റക്കാരാകും. നമ്മളിത് പറയാതിരുന്നാൽ നമ്മൾ കുറ്റക്കാരാകും. അങ്ങനെ കുഷ്ഠരോഗികൾ പോയി സദ്വാർത്തയെ അറിയിച്ചു. എല്ലാവർക്കും ജീവിക്കാനുള്ളത് ഇതാ പാളയത്തിലുണ്ട്. അരാം പാളയത്തിൽ ആരുമില്ല, എല്ലാവർക്കും ജീവിക്കാനുള്ളതുണ്ട്. എല്ലാവരെയും കൊല്ലുന്ന അരാമ്യർ അവിടെയില്ല, എല്ലാവർക്കും ജീവൻ കൊടുക്കുന്ന ഭക്ഷണം അവിടെയുണ്ട്. ഈ സദ്വാർത്ത യേശു ക്രിസ്തു നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് പാപികൾക്ക് വേണ്ടി എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു. സൗജന്യമായി വന്ന് അനുഗ്രഹിക്കപ്പെടുക, പാപങ്ങളെ കഴുകിക്കളയുക, പുതിയ ജീവിതം പ്രാപിക്കുക എന്ന സദ്വാർത്ത അവസാനത്തെ പാപിയോട് പോലും പോയി പറഞ്ഞില്ലെങ്കിൽ നാം ചെയ്യുന്നത് വലിയ പാപമാണ്. ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ ഒരു ചരിത്രം. ഇംഗ്ലണ്ടിൽ ജയിൽ ശിക്ഷയിൽ കിടക്കുന്നവരെ ശുശ്രൂഷിക്കാൻ അവർക്ക് വചനമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അച്ഛന്മാരുണ്ട്, ചാപ്ലിന്മാർ. അങ്ങനെ ഒരു അച്ഛൻ പതിവ് പോലെ ഒരു ജയിലിൽ തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ കൊല്ലാൻ വിധിച്ചിരിക്കുന്ന, അവിടെ തൂക്കിക്കൊല്ലലല്ല, അവിടെ
കൊല്ലാൻ വിധിച്ചിരിക്കുന്ന ഒരു കുറ്റവാളിയുടെ ജയിലിൽ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്ന് ബൈബിളിലെ സങ്കീർത്തനങ്ങളൊക്കെ അവിടെ നിന്ന് വായിച്ചു. ആ അഴിയിൽ പിടിച്ചുകൊണ്ട് ആ കുറ്റവാളി പറഞ്ഞു, ഫാദർ, അച്ഛൻ വായിച്ച ആ കാര്യം അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിന്റെ തെരുവിൽ കുപ്പിച്ചില്ലുകൾ കൊണ്ട് നിറഞ്ഞാലും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കുപ്പിച്ചില്ലുകൾ കൊണ്ട് നിറഞ്ഞു കിടന്നാലും വേണമെങ്കിൽ മുട്ടിന്മേൽ ഇഴഞ്ഞുകൊണ്ടാണെങ്കിലും ഈ സത്യം ഞാൻ ഇംഗ്ലണ്ട് മുഴുവനും പറയുമായിരുന്നു. അത്ര വലിയ സത്യമാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്. അച്ഛൻ വളരെ കോട്ടുവായിക്കിട്ട് ലാഘവത്തോടെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഗൗരവം ജയിൽ പുള്ളി പറയുകയാണ്. അച്ഛൻ വിളിച്ചു പറയുന്നത്, ആ പറയുന്നതിനൊരു വികാരമില്ല. യേശു നിനക്ക് വേണ്ടി മരിച്ചു, യേശു നിനക്ക് നിത്യജീവൻ തന്നു. അതങ്ങനെ പറയാനുള്ളതല്ല. അതിൻ്റെ വികാരത്തോടെ, അതിൻ്റെ ആത്മാർത്ഥതയോടെ പറയാൻ ദൈവം നമ്മെ ആക്കിയിരിക്കും. അതുകൊണ്ട് നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി കടമെല്ലാം വീട്ടിയെന്ന്, ഇതെല്ലാവരോടും പറയണമെന്ന്, ഇതെല്ലാവരും അറിയണമെന്ന്, ഇത് മറഞ്ഞിരിക്കരുതെന്ന്, ഇത് സദ്വാർത്ത ദിനമാണെന്ന്, ഇത് അറിയിച്ചില്ലെങ്കിൽ നമുക്ക് കുറ്റമുണ്ടെന്ന്, ഇത് എല്ലാവരും അറിയണമെന്ന്. അതുകൊണ്ട് പാപം മോചിച്ച് കിട്ടിയവർ, വിടുതൽ പ്രാപിച്ചവർ, ജീവൻ പ്രാപിച്ചവർ അടങ്ങിയിരിക്കരുത്. മറ്റുള്ളവരോടും ഈ സത്യം പറയണം. നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, നിങ്ങളൊരു പരാജയമല്ല, നിങ്ങളൊരു വിജയമാണ് പറയുക. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്നു മുതൽ ഈ സത്യം ഇന്ന് ഭൂമിയിലുള്ള എല്ലാവർക്കും കൊടുക്കേണ്ട ജീവന്റെ വചനം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇത് കേൾക്കുന്നവരെ അതിനായി ഉറപ്പിക്കണം. തീരുമാനമുള്ളവരാകട്ടെ. ഭൂമിയുടെ അറ്റത്തോളം പോയി സദ്വാർത്ത പറയട്ടെ. അനുഭവിക്കുന്ന സത്യങ്ങൾ എല്ലാവരോടും ആവേശത്തോടെ, ആത്മഭാരത്തോടെ പറയുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. യേശുവിൻ നാമത്തിൽ ആമേൻ. അങ്ങനെ ആത്മാക്കളെ നേടാൻ ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. കർത്താവിൽ നമുക്ക് അടിയുറച്ച് നമ്മുടെ പ്രതീക്ഷകൾ വയ്ക്കാം. കർത്താവിൽ ബലപ്പെടാം. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് ഉപവാസ പ്രാർത്ഥനകളിൽ ഒരു വലിയ ദൈവസാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം നമുക്ക് ഇങ്ങനെ ഒരു യൂട്യൂബിലിരുന്നാൽ അങ്ങനെ ഒരു മീഡിയയിലൂടെ മാത്രം ആസ്വദിക്കാൻ കഴിയില്ല. സാന്നിധ്യം വന്ന് കാണുക എന്ന് കർത്താവ് പറഞ്ഞില്ലേ? കർത്താവെ, നീ എവിടെ പാർക്കുന്നു? വന്ന് കാണുക. അന്ത്രയോസ് ചോദിച്ചു, ഗുരുവേ, നീ എവിടെ പാർക്കുന്നു? വന്ന് കാണുക. കേട്ടറിവും കണ്ടറിവും രണ്ടാണ്. അന്ത്രയോസ് ചെന്ന് പത്രോസിനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറഞ്ഞവനെ കണ്ടു. കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ അനുഭവിച്ചു അറിഞ്ഞു. കർത്താവിനെ ഒന്ന് രുചിച്ചറിയണം. അതിനെ നമ്മുടെ ലൈവായിട്ടുള്ള ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ നമ്മൾ അനുഭവിക്കുന്നൊരു ആത്മസാന്നിധ്യമുണ്ട്. ആ ആത്മസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഉപവാസ പ്രാർത്ഥനകൾ വളരെ വളരെ ഉപകരിക്കും. അതുകൊണ്ട് ഒരുമിച്ച് ബലപ്പെടാം, കർത്താവിൽ നിറയാം. ജീസസ് എവരിയുടെ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അത് അറിയിക്കണം. 1 മിനിറ്റിൽ താഴെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഓഡിയോ ആയിട്ടിടുക. നിശ്ചയമായിട്ട് മറുപടി ഇടുന്നതായിരിക്കും. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാവരും അത് നോട്ട് ചെയ്യുക, ഞങ്ങളെ അറിയിക്കുക. നമ്പർ നോട്ട് ചെയ്യുക, ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ എല്ലാവിധ കൈത്താങ്ങലും ഞങ്ങൾക്ക് വേണം.
കർത്താവിൻ്റെ വരവ് വരെ ജീസസ് എവരിഡേ തലമുറ തലമുറയായിട്ട് മുന്നോട്ട് പോകട്ടെ. കർത്താവ് അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഒരു നാൾ മന്ദമാകില്ല. ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താ നയിച്ച. ഹല്ലേലൂയ ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അതു കുറഞ്ഞിട്ടില്ല. എന്നെ നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അതു കുറഞ്ഞിട്ടില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്ന് ഒരു നാൾ വറ്റിപ്പോകില്ല. ഒരു നാളും വറ്റിപ്പോകത്തില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താ നയിച്ചതില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിൽ അടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിൽ അടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്.
വാതിൽ ഒരു നാളിലും എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിൽ അടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂട് നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂട് നൽകും യേശുവിൻ മാർവ്. തല ചായിപ്പാൻ എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂട് നൽകും